ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് ബേസിക് കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 23/11/2013 നടന്ന കൊല്ലം ജില്ലയുടെ LDC എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ GK ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ മുൻവർഷ ചോദ്യപേപ്പറുകളിലെ GK ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ അവയുടെ അനുബന്ധ ചോദ്യങ്ങൾക്ക് വളരെ പ്രാധാന്യമാണ് ഉള്ളത്. മിക്ക ചോദ്യപേപ്പറുകളിലും ഒന്നെങ്കിൽ അതേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിക്കുകയും അല്ലെങ്കിൽ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക, അതിൻ്റെ അനുബന്ധ ചോദ്യങ്ങളും പഠിക്കേണ്ട ആവശ്യകത. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ഒരു കാര്യം, എൻ്റെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതോടൊപ്പമുള്ള ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ എൻ്റെ ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആദ്യത്തെ ചോദ്യം, അന്തരീക്ഷ താപനിലയിൽ ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം ഏതെന്നാണ്. മെർക്കുറിയാണ് അന്തരീക്ഷ താപനിലയിൽ പോലും ദ്രാവകാവസ്ഥയിൽ കാണപ്പെടുന്ന ലോഹം. രസമെന്നും മെർക്കുറി അറിയപ്പെടുന്നു. മെർക്കുറിയുടെ ആറ്റോമിക നമ്പർ 80 ആണ്. തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് മെർക്കുറിയാണ്. ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏതെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. അത് ഡെസിബലാണ് ശബ്ദത്തിൻ്റെ ഉച്ചത രേഖപ്പെടുത്തുന്ന യൂണിറ്റ്, ഡെസിബൽ. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഹെഡ്സാണ്. ശബ്ദത്തിൻ്റെ ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സാണ്. മറ്റൊരു ചോദ്യം, ചുവന്ന ചീരയ്ക്ക് ആ നിറം ലഭിക്കുന്നതിന് കാരണമായ പദാർത്ഥം ഏതെന്ന്. സാന്തോഫില്ലാണ് ചുവന്ന ചീരയ്ക്ക് നിറം നൽകുന്ന പദാർത്ഥം. എന്നാൽ ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് എന്താണ്? അതറിയാവുന്നതാണ്. എന്ത്? ക്ലോറോഫില്ലാണ്. ഹരിതകമെന്നും അറിയപ്പെടുന്നു. ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ്. ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ്? മെലാനിനാണ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണവസ്തു. മറ്റൊരു ചോദ്യം, ബാക്ടീരിയ കാരണമായ രോഗം ഏതെന്നാണ്. ക്ഷയരോഗമായിരുന്നു ശരി ഉത്തരം. ബാക്ടീരിയ കാരണമായ മറ്റ് പ്രധാന രോഗങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായുണ്ട്. പ്ലേഗ്, ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ന്യൂമോണിയ, കോളറ എന്നിവയാണ് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന പ്രധാന രോഗങ്ങൾ. പ്ലേഗ്, ക്ഷയം, കുഷ്ഠം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, ന്യൂമോണിയ, കോളറ എന്നിവയാണ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ. അപ്പോൾ നമ്മൾ വൈറസ് രോഗങ്ങളും പഠിച്ചിരിക്കണം. ജലദോഷം വൈറസ് രോഗമാണ്. എയ്ഡ്സ്, ചിക്കൻ ബോക്സ്, മീസിൽസ്, ചിക്കൻ ഗുനിയ, പോളിയോമൈലിറ്റിസ്, പേവിഷബാധ, അരിമ്പാറ, വസൂരി, ഡെങ്കിപ്പനി, സാർസ്, പന്നിപ്പനി, പക്ഷിപ്പനി എന്നിവയാണ് പ്രധാന വൈറസ് രോഗങ്ങൾ. വൈറസ് മൂലമുണ്ടാകുന്ന പ്രധാന രോഗങ്ങളാണ് ജലദോഷം, എയ്ഡ്സ്, ചിക്കൻ ബോക്സ്, മീസിൽസ്, ചിക്കൻ ഗുനിയ, പോളിയോമൈലിറ്റിസ്, പേവിഷബാധ, അരിമ്പാറ, വസൂരി, ഡെങ്കിപ്പനി, സാർസ്, പന്നിപ്പനി, പക്ഷിപ്പനി. വേറൊരു ചോദ്യം, ലോക ലഹരി വിരുദ്ധ ദിനം എന്നായിരുന്നു. ജൂൺ 26. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. എന്നാൽ ലോക പുകയില വിരുദ്ധ ദിനം ഏതാണ്? മെയ് 31. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. 2013 മെയ് മാസം ലോക ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പ്രദേശം ഏതെന്നൊരു ചോദ്യമുണ്ടായിരുന്നു. നിക്കോബാർ ദ്വീപുകളാണ് 2013 മെയ് മാസത്തിൽ ലോക ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ പ്രദേശം. നിക്കോബാർ ദ്വീപുകളാണ്. നീലഗിരിയെ പ്രഖ്യാപിച്ചത് 2000-ലാണ്. അഗസ്ത്യമലയെ പ്രഖ്യാപിച്ചത് 2016-ലാണ്. വേറൊരു ചോദ്യം, മാൽഗുഡി ഡേയ്സ് ആരുടെ കൃതി എന്നതാണ്. RK നാരായണൻ്റെ കൃതിയാണ് മാൽഗുഡി ഡേയ്സ്. ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ് ഏതായിരുന്നു? IRNSS-1A ആയിരുന്നു
ഇന്ത്യയുടെ ആദ്യ നാവിഗേഷൻ സാറ്റലൈറ്റ്? അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം ഏതെന്നാണ്? പണിയറാണ് കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം, പണിയർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? വയനാടാണ്. അതറിയാവുന്നതാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല വയനാടാണ്. താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കരിന്തണ്ടനാണ് താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ആദിവാസി മൂപ്പനാണ്. നേതാവെന്ന് പറയുന്നതല്ല ശരി. ആദിവാസികളുടെ മൂപ്പനായിരുന്ന കരിന്തണ്ടനാണ് ഈ താമരശ്ശേരി ചുരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഈ കോഴിക്കോട് നിന്നും മൈസൂരിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ താമരശ്ശേരി ചുരം എന്ന് പറയുന്നത്. ഈ താമരശ്ശേരി ചുരം അതിലൂടെ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. ആ പാത നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാരെ സഹായിച്ച, ആ പാതയ്ക്ക് വഴി കാണിച്ചു കൊടുത്ത ആദിവാസി മൂപ്പനായിരുന്നു ഈ കരിന്തണ്ടൻ. എന്നാൽ ഈ റോഡിൻ്റെ പണി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊന്നുകളഞ്ഞു. ഈ കരിന്തണ്ടൻ്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വേണേൽ ചോദിക്കാം. അത് കരിന്തണ്ടൻ തറ എന്നാണ് അറിയപ്പെടുന്നത്. ചങ്ങലമരം എന്ന് പറയുന്ന സ്ഥലത്താണ്, വയനാട് ജില്ലയിലെ ചങ്ങലമരം എന്ന് പറയുന്ന സ്ഥലത്താണ് കരിന്തണ്ടൻ തറ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്ന കരിന്തണ്ടൻ എന്ന പേരിലൊരു സിനിമ ഉടനെ റിലീസാകുന്നുണ്ട്. ഈ കരിന്തണ്ടൻ എന്ന സിനിമയിലെ നായക വേഷം ചെയ്യുന്നത് സംസ്ഥാന അവാർഡ് ജേതാവായ വിനായകനാണ് കരിന്തണ്ടൻ്റെ വേഷം ചെയ്യുന്നത്. മറ്റൊരു ചോദ്യം, സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതെന്നായിരുന്നു? ബുധനാണ് സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം. അനുബന്ധ ചോദ്യമാണ്, സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴമാണ്. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ്. അകലെയുള്ള ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്. ജഗദീഷ് ചന്ദ്ര ബോസ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് തെളിയിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്ര ബോസ്. സസ്യചലനം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ഈ ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെ.സി. ബോസാണ്. അപ്പോൾ സസ്യചലനം രേഖപ്പെടുത്തുന്ന ഉപകരണമാണ് ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് കണ്ടുപിടിച്ചത് ജെ.സി. ബോസാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി എന്ന കൃതി അറിയാവുന്നതാണല്ലേ? അദ്ദേഹത്തിന് ആദ്യമായി നോബൽ സമ്മാനം ലഭിച്ച കൃതിയാണ് ഗീതാഞ്ജലി. ഈ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്ന സസ്യശാസ്ത്രജ്ഞൻ ജെ.സി. ബോസാണ്. ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിൽ പരാമർശിക്കുന്ന സസ്യശാസ്ത്രജ്ഞൻ ആരാണ്? ജെ.സി. ബോസ്. ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പെടാത്തത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോയ്സിൽ നിന്നും ഉള്ള ശരി ഉത്തരമാണ് ഞാനവിടെ എഴുതിയിരിക്കുന്നത്, ശനി. അപ്പോൾ ഭൗമഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. ഭൗമഗ്രഹങ്ങൾ അന്തർഗ്രഹങ്ങൾ എന്നും അറിയപ്പെടുന്നു. അന്തർഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അപ്പോൾ അന്തർഗ്രഹങ്ങളാണ് ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. അപ്പോൾ ബാഹ്യഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയാണ് ബാഹ്യഗ്രഹങ്ങൾ. ബാഹ്യഗ്രഹങ്ങളാണ് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. മറ്റൊരു ചോദ്യം, വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൻ്റെ റബ്ബറിനൊപ്പം ചേർക്കുന്നത് എന്താണ്? സൾഫറാണ്. വൾക്കനൈസേഷൻ പ്രവർത്തനത്തിൽ റബ്ബറിനൊപ്പം ചേർക്കുന്നത് എന്താണ്? സൾഫറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ചോദ്യമാണ്, താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം ഏതെന്ന്? സൾഫർ ഡയോക്സൈഡാണ് താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം. സൾഫർ ഡയോക്സൈഡ്. കോപ്പറിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം ഏതാണ്? സൾഫറാണ്. കോപ്പറിൻ്റെ ശത്രു സൾഫറാണ്. വെടിമരുന്നിനൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കുന്ന ലോഹ ലവണവും സോഡിയമാണ്. വെടിമരുന്നിനൊപ്പം ജ്വാലയ്ക്ക് മഞ്ഞ നിറം ലഭിക്കാൻ ചേർക്കുന്ന ലോഹലവണം ഏതാണ്? അത് സോഡിയമാണ്. മറ്റൊരു ചോദ്യമായിരുന്നു, അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? ജീവകം CA ആണ് അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ജീവകം സിയുടെ രാസനാമം എന്താണെന്നൊക്കെ ചോദിച്ചാൽ അതാണ് അസ്കോർബിക് ആസിഡ്. ഇതുപോലെ ജീവകം A എന്താണ്? റെറ്റിനോളാണ്. ജീവകം B1 ആണ് തയാമീൻ. ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ. ജീവകം B3 ആണ് നിയോസിൻ. നിയോസിൻ തന്നെയാണ് നിക്കോട്ടിനിക് ആസിഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്.
ജീവകം B9 ഉണ്ട്, അത് ഫോളിക് ആസിഡാണ്. ജീവകം B9 ആണ് ഫോളിക് ആസിഡ്. പിന്നെ ജീവകം D എന്താണ്? കാൽസിഫെറോളാണ് ജീവകം D. ജീവകം E ആണ് ടോക്കോഫെറോൾ. ജീവകം E ആണ് ടോക്കോഫെറോൾ. ജീവകം K എന്താണ്? ഫിലോക്വിനോനാണ് ജീവകം K, ഫിലോക്വിനോൻ. മറ്റൊരു ചോദ്യമായിരുന്നു ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കിയ വർഷം ഏതെന്ന്. 1949 ബാങ്കിങ് റെഗുലേറ്റിംഗ് ആക്ട് നടപ്പിലാക്കിയത്. 1949. ഇതേ വർഷം തന്നെയാണ് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത്. 1949 തന്നെയാണ് റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിച്ചത്. ഫിലായി ഉരുക്ക് നിർമ്മാണശാല ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ആരംഭിച്ചത് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഫിലായി ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ഏതാണ്? 1956 മുതൽ 61 വരെയാണ്. 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 1956 മുതൽ 61 വരെയാണ്. അപ്പോൾ ഈ ഫിലായി ഉരുക്ക് നിർമ്മാണശാല കൂടാതെ വേറെ ഏതൊക്കെ ഉരുക്ക് നിർമ്മാണശാലകളാണ് ഈ 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് പണി കഴിപ്പിച്ചത്? ദുർഗാപൂർ, റൂർക്കേല എന്നീ ഉരുക്ക് നിർമ്മാണശാലകളും പണി കഴിപ്പിച്ചത് 2ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. വ്യവസായ പദ്ധതി എന്നറിയപ്പെടുന്നത് 2ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഈ ചോദ്യപേപ്പറിലെ GK ഭാഗത്തു നിന്നുമുള്ള മറ്റ് ചോദ്യങ്ങളും അവയുടെ അനുബന്ധ ചോദ്യങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.